നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പ്രചാരണത്തിന് തന്നെ ക്ഷണിച്ചില്ല എന്നുള്ള പരാതി പറഞ്ഞ് ശശി തരൂരിനെ പ്രകോപിതനാക്കണ്ട എന്നുള്ള കർശന നിർദ്ദേശവുമായി ഹൈക്കമാൻഡ്. തരൂരിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും രാജ്മോഹൻ ഉണ്ണിത്താനും പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ തരൂരുമായി നേതൃത്വം ചർച്ച നടത്തുമോ എന്നുള്ളതിൽ അവ്യക്തത തുടരുക തന്നെയാണ്. നിലമ്പൂരിലേക്ക് തന്നെ ക്ഷണിക്കാത്തത് കൊണ്ടാണ് പ്രചാരണത്തിന് പോകാത്തതെന്നും തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വോട്ടെടുപ്പ് ദിവസം കൂടുതൽ പറഞ്ഞ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നില്ല എന്നും തനിക്ക് മുഖ്യം രാജ്യത്തിൻ്റെ താല്പര്യമാണ് എന്നും തരൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശശി തരൂർ കാലങ്ങളായി ദേശീയതയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന നേതാവാണ് എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുകയാണ്. അനിവാര്യമായ മാറ്റമാണ് അതെന്നും കോൺഗ്രസ് വിടണോ എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് ശശി തരൂരാണ് എന്നും സുരേഷ് ഗോപി പറയുകയാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നതനുസരിച്ച് മാറ്റമുണ്ടാകുന്നതിൻ്റെ കാഴ്ചയാണ് ശശി തരൂരിൽ കാണുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കോൺഗ്രസ് വിട്ടോളൂ എന്ന് കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും തരൂരിനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നും സുരേഷ് ഗോപി പറയുകയാണ്. തൃശ്ശൂരിൽ മാധ്യമങ്ങളോടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം. പാർട്ടി മാറുന്നതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. ഡിക്ക് എങ്ങനെയാണ് ഉണ്ടായത്? അന്നും പലരും വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഡിക്ക് രൂപീകരിക്കുകയും അവർ അവരുടെ വഴിക്ക് പോവുകയും ചെയ്തു. എന്നാൽ അവരുടെ കാര്യങ്ങൾ അവർ സാധിച്ചെടുത്തില്ലേ എന്ന് പറയാൻ കഴിയുമോ? ശശി തരൂർ കോൺഗ്രസ് വിടുന്നുണ്ടോ എന്നും അദ്ദേഹത്തോട് കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും കോൺഗ്രസ് വിട്ടോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നും അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഭാരതാംബ വിവാദത്തിലും സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പല വലിയ പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചു വിടാനായാണ് ഇത്തരം പരാമർശങ്ങളുമായി ഓരോരുത്തർ വരുന്നതെന്നും കൊടിപിടിച്ച് ഏതോ ഒരു സ്ത്രീ എന്നൊക്കെ അവർ പറയും, ജനങ്ങൾ അവരുടെ പിറകെ പോവുകയും ചെയ്യും. ജനങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച പ്രശ്നങ്ങൾ മറവിയിലേക്ക് ആഴ്ത്തിക്കളയുമെന്നും സുരേഷ് ഗോപി പറയുകയാണ്. ഭാരതാംബ വിഷയത്തിന് വർഗീയ നിറം കൊടുക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അവർ ശ്രമിച്ചോട്ടെ, ജനങ്ങൾക്കറിയാം, ഭാരതാംബ എന്നാൽ ഭൂമിദേവിയാണ്, അതിനെ പൂജിക്കുക എന്നായിരുന്നു അദ്ദേഹത്തിന് മറുപടി വന്നിട്ടുണ്ടായിരുന്നത്. എന്തു തന്നെയാണെങ്കിലും ശിവൻകുട്ടി തൻ്റെ നിലപാടിൽ നിന്ന് മാറില്ല എന്നും ഇനിയും ഭാരതാംബയുടെ ചിത്രമുള്ള പരിപാടിക്ക് പങ്കെടുക്കില്ല എന്നും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇടതുപക്ഷത്ത് നിന്ന് വിദ്യാഭ്യാസ മന്ത്രിയെ സപ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തികൾ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.